കൊല്ലം ഏരൂരിൽ 4.5 വയസ്സുകാരനെ അംഗൻവാടി ടീച്ചർ ഉപദ്രവിച്ചതായി പരാതി. 2 കാലിലെയും തുടയിൽ രക്തം കട്ടപിടിക്കും വിധം അധ്യാപക നുള്ളിയെന്ന് കുട്ടിയുടെ അമ്മ. പോലീസിൽ പരാതി നൽകിയതോടെ അധ്യാപികയെ 7 ദിവസത്തേക്ക് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. കുളിപ്പിക്കാൻ നേരത്താണ് ഈ ബ്ലഡ് ഇങ്ങനെ 2 തോടെയും ചത്ത് കിടക്കുന്നത് കണ്ടത്. കുഞ്ഞു കിടന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. കുഞ്ഞിനൊന്നും അത് പറയാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അതോട്ട് കുളിപ്പിച്ചിട്ട് കുഞ്ഞിന് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. ആ 2 തോടയിലും കുഞ്ഞിന്റെ ബ്ലഡ് ഒക്കെ ചത്ത് കിടന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് ഭയങ്കര വിഷമങ്ങളുണ്ടായി. കുഞ്ഞു കിടന്ന് കരയുമ്പം ഞാൻ അമ്മ എന്തോ മോനെന്ന് ചോദിച്ചപ്പം പറഞ്ഞാണ് അമ്മ അംഗൻവാടി ഒരു ടീച്ചർ നുള്ളി ആ കൊച്ചിന്റെ തോട മൊത്തം നുള്ളി പറിച്ച് വെച്ചേക്കെന്ന് പറഞ്ഞു. വൈകിട്ട് അംഗൻവാടി വിട്ട് 6 മണിക്ക് വൈഫ് കുളിപ്പിക്കാൻ പിടിച്ചപ്പോഴാണ് കാലിൽ ഇങ്ങനെ മൊത്തം പാടായി ചോര അത്ത് കിടക്കുന്നത്. അവൾ ചോദിച്ചപ്പം പറഞ്ഞു ഇതുപോലെ ടീച്ചർ നുള്ളിയതാണെന്ന് പറഞ്ഞു. ഞാനവിടെ ഇല്ലായിരുന്നു. ഞാൻ വന്നപ്പോൾ ഇത് കണ്ടു. ഞാൻ അവരത് ചോദിച്ചന്നേരത്തേക്കാണ് നമ്മുടെ അയൽക്കാർ ഒരുപാട് പേര് വന്നു. അവർ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. ഞാൻ ടീച്ചറത് ചോദിച്ചു, ടീച്ചറെ എൻ്റെ ഈ 4 വയസ്സുള്ള കുഞ്ഞ് എന്തൊരു തെറ്റ് ചെയ്തത് ടീച്ചറെ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. അന്നേരം പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞ് അത് ക്ഷമിക്ക് എന്ന് പറഞ്ഞു. അത് തെറ്റ് പറ്റിപ്പോയി അങ്ങനെ എങ്ങനെയെന്നൊക്കെ അവർ പറഞ്ഞു. വാർത്തയുടെ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, 4.5 വയസ്സുകാരനുള്ള അംഗൻവാടി ടീച്ചറിന്റെ കൊടും ക്രൂരതയുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഏരൂരിലാണ് ഈ 4.5 വയസ്സുകാരനെ അംഗനവാടി ടീച്ചർ ക്രൂരമായി ഉപദ്രവിച്ചത്. 2 കാലിലെയും തുടയിൽ രക്തം കട്ടപിടിക്കും വിധമാണ് ഈ അധ്യാപിക നുള്ളിയതെന്നാണ് പരാതി. ഈ ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് കുട്ടിയെ കുളിപ്പിക്കാനായി വസ്ത്രം മാറ്റിയപ്പോഴാണ് ഈ പാടുകൾ കാണുന്നത്. ഈ അംഗനവാടിയിൽ അന്വേഷണ സമയം ഈ അധ്യാപിക ഈ കുട്ടിയോട് എഴുതാൻ പറഞ്ഞിരുന്നു. അക്ഷരം എഴുതാൻ പറഞ്ഞപ്പോൾ അത് ചെയ്തില്ല എന്ന് പറഞ്ഞതിനാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നത്. തുടർന്ന് ഈ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് അമ്മ ഇത് കാണുന്നത്. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടാകുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ അധ്യാപികയും ഈ വീട്ടുകാരുമായൊക്കെയായി അത് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ ഒരു ശ്രമമുണ്ടായി. അതായത് പുറത്തുനിന്ന് അടക്കം ഉള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ഇത് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു. പിന്നാലെയാണ് പോലീസിൽ പരാതി നൽകുന്നത്. പോലീസിൽ പരാതി നൽകിയതോടെ ഈ വിവരം പുറത്തറിയുകയായിരുന്നു. അതോടൊപ്പം തന്നെ CWC അടക്കം ഇതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ അധ്യാപികയെ 7 ദിവസത്തേക്ക് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെയൊരു നടപടി, അതായത് ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ളത് പ്രാഥമികമായി ഇത് റിപ്പോർട്ടിൽ മനസ്സിലായതുകൊണ്ട് തന്നെ കുട്ടിയെ ഈ അധ്യാപികയെ 7 ദിവസത്തേക്ക് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി കുട്ടിയെ ചികിത്സയ്ക്കായി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ് കുട്ടിയുടെ കാലുകളിലടക്കം ഈ തുടയിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശരി, കൊല്ലം ഏരൂരിൽ 4.5 വയസ്സുകാരനെ അംഗൻവാടി ടീച്ചർ ഉപദ്രവിച്ചതായി പരാതി. 2 കാലിലെയും തുടയിലെ രക്തം കട്ടപിടിക്കും വിധം അധ്യാപക നുള്ളിയെന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. വാർത്തയുടെ വിശദങ്ങൾ നൽകുകയായിരുന്നു മനോജ്.